വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി കർത്താവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കൗൺസിലിംഗ് അനുഭവത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഏറെ ബഹുമാനിക്കപ്പെടുന്ന ടീച്ചർ ദമ്പതിമാരുടെ വീട്ടിലേക്ക് ഒരിക്കൽ കടന്നു ചെല്ലാനിടയായി. ഏറെ വർഷങ്ങളോളം 2 സ്കൂളുകളിലായി പഠിപ്പിച്ച് ശിഷ്യസമ്പത്ത് വളരെയേറെ ഉണ്ടായിരുന്ന ഈ ദമ്പതികളുടെ ഏറ്റവും വലിയ ദുഃഖഭാരം ഇളയ മകനായിരുന്നു. 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നതിൽ മൂത്ത മകൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും നല്ല ഒരു ഉദ്യോഗവും സമ്പാദിച്ചതിന് ശേഷം UK-യിൽ സെറ്റിലായിരിക്കുകയാണ്. മക്കളും ആയി, ഭാര്യയുമായി മകൻ അവിടെ സുഖമായി കഴിയുന്നു. നല്ല അച്ചടക്കത്തിൽ വളർന്ന് വന്ന മക്കളിൽ ഇളയയാൾ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങിയതോടെ താറുമാറായ ഒരു ജീവിതത്തിന് ഉടമയായിത്തീർന്നു. ഏറെ ഗുണദോഷിക്കപ്പെട്ടിട്ടും കർത്താവിൻ്റെ മുമ്പിൽ നിറകണ്ണുകളോടെ മണിക്കൂറുകളോളം ചിലവഴിച്ചിട്ടും ഈ മകൻ്റെ ജീവിത രീതിയിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ ഈ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. എന്നാൽ അതിലെ ടീച്ചർ എന്നോട് പറയുകയാണ്, കുറേ ഏറെ നാളുകളിൽ വ്യക്തമായുള്ള ഒരു ഗൈഡൻസ് കിട്ടാതെ വന്നപ്പോൾ ഇവനെ ശാസിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചിരുന്നു. കാരണം മനഃശാസ്ത്രത്തിൽ പറയുന്നത് മക്കളെ എല്ലാത്തിനും ശാസിക്കരുത് എന്നതാണല്ലോ. ശാസിക്കും തോറും ഇവൻ കൂടുതൽ വഷളാകുമോ എന്നൊരു സംശയം ഉണ്ടായതോടെ കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യാതെ ഈ മകനെ വിടുകയാണ് ഉണ്ടായത്. കോളേജ് വിദ്യാഭ്യാസത്തിൽ പരാജിതനായ ഇദ്ദേഹം വളരെ മോശമായ കൂട്ടുകെട്ടിൽ ചെന്ന് പെടുകയും മദ്യം, മയക്കുമരുന്ന്, സിഗരറ്റ് തുടങ്ങി എല്ലാ രീതിയിലും വഷളായ ഒരു ജീവിതം നയിക്കാൻ കാരണമാകുകയും ചെയ്തു. ഏകദേശം 6 മാസത്തോളം ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ലാതിരുന്ന മകൻ അതിനുശേഷം വന്നു കയറിയത് വലിയ അവകാശവാദങ്ങളോടെ ആയിരുന്നു. അപ്പോഴാണ് ഈ മകനെ നേരത്തെ തന്നെ ശാസിക്കേണ്ടതായിരുന്നു എന്ന തിരിച്ചറിവ് ഈ ദമ്പതികൾക്ക് ലഭിക്കുകയുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവക വികാരിയുടെ അടുത്തും സഭാ അധികാരികളുടെ പക്കലും ഒക്കെ ഈ മകനെയും കൊണ്ട് പോവുകയുണ്ടായി. എന്നാൽ എല്ലാവരെയും പുച്ഛിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് ഈ മകനിൽ നിന്നും അവർക്കെല്ലാം ലഭിക്കുകയുണ്ടായത്. ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ഇവരെ കുറ്റപ്പെടുത്താനായി ആരംഭിച്ചു. മകനാകട്ടെ ആരോടും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ ആര് പറഞ്ഞാലും തിരിച്ചു പറയുകയും അവരെ ഒരല്പം പോലും മൈൻഡ് ചെയ്യാതെയുള്ള പെരുമാറ്റവും സംസാര രീതിയുമായതോടെ
ബന്ധുക്കളും ഇവരിൽ നിന്ന് അകലാൻ ആരംഭിച്ചു. ഏകദേശം 1 വർഷത്തിനകം ആവശ്യപ്പെടുന്ന തുക മുഴുവൻ കിട്ടിയില്ലെങ്കിൽ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും വേണ്ടി വന്നാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യാൻ റെഡിയായിട്ടുള്ള ഒരു മകൻ്റെ മുമ്പിൽ ഈ ദമ്പതികൾ ഭയന്ന് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, പല പ്രാവശ്യം ഗുണദോഷിക്കപ്പെട്ടിട്ടും കർത്താവ് തന്നെ പല രൂപത്തിൽ ശാസനകൾ നൽകിയിട്ടും ഈ മകൻ അനുതപിക്കുകയോ തൻ്റെ തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിയാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശാസന എന്നോണം ഒരു ദിവസം കൂട്ടുകാരുമൊത്ത് ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയപ്പോൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് അപകടത്തിൽപ്പെടുകയും 2 കാലുകളും ഒടിഞ്ഞ് തൂങ്ങിയ നിലയിൽ ആംബുലൻസിൽ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ സമയം മാതാപിതാക്കളെ ഫോണിൽ പോലീസ് അറിയിക്കുകയുണ്ടായി. പുത്രവാത്സല്യം മുൻനിർത്തി ദമ്പതികൾ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നുചെന്ന് ഈ പയ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ ശുശ്രൂഷ ചെലവുകളും എല്ലാം വഹിക്കുകയുണ്ടായി. ആ സമയത്ത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ കടന്നു വന്ന് ഇവന് ആത്മീയമായ ഒരു കൗൺസിലിംഗ് കൊടുക്കുകയും പോകുന്ന വഴി തെറ്റാണെന്ന് പൂർണ്ണബോധ്യം വരുത്തി കൊടുക്കുകയും ഏറെ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന കൂദാശ ജീവിതത്തിലേക്ക് ഈ മകനെ തിരിച്ചു കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. വേദനകളുടെ മധ്യത്തിലൂടെ കടന്നുപോയപ്പോൾ അല്പം ഒരു മനംമാറ്റം ഉണ്ടാകുകയും കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തെങ്കിലും മാതാപിതാക്കളോട് അമിതമായ കോപവും ദേഷ്യവും അനുസരണമില്ലാത്ത പെരുമാറ്റവും എല്ലാം ഈ മകൻ കാഴ്ചവെച്ചുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഏകദേശം 6 മാസത്തേക്ക് 2 കാലിലും കമ്പികളെല്ലാം ഇട്ട് അത് ഓരോ ആഴ്ചയും 2 ആഴ്ച കൂടുമ്പോഴും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിനും എല്ലാം പോയിക്കൊണ്ടിരുന്നപ്പോഴും ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റവും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പതിയെ പുറകോട്ട് വരികയും ഒക്കെ ചെയ്യുകയാണ് ഉണ്ടായത്. ടീച്ചർ ഏറെ സങ്കടത്തോടെ പറഞ്ഞു, പ്രാർത്ഥനയോ ബൈബിൾ വചനമോ പറഞ്ഞാൽ മകൻ അങ്ങേയറ്റം അസ്വസ്ഥനാകുന്നതും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ആക്രോശിക്കുന്നതും എല്ലാം ടീച്ചറിൻ്റെയും സാറിൻ്റെയും മനസ്സിന് വലിയ മുറിവുകളായി തീരുകയും ചെയ്തു. 6 മാസത്തിന് ശേഷം അല്പം ഒരു മുടന്തോടെ എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചപ്പോൾ വീണ്ടും ശാസനകളെല്ലാം അവഗണിച്ച് പഴയ കൂട്ടുകെട്ടിലേക്ക്, അതിലും അല്പം കൂടെ വഷളായി നടക്കുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് ഈ മകൻ പ്രവേശിക്കുകയും ചെയ്തു. 23-ാമത്തെ വയസ്സിൽ മയക്കുമരുന്ന് കേസിൽ ഈ പയ്യൻ അറസ്റ്റിലാവുകയും ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും അനുതപിക്കാൻ ഒരവസരം ലഭിക്കുകയും മാതാപിതാക്കളോട് കുറ്റസമ്മതവും ക്ഷമയും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ നിന്ന് ശിക്ഷയിൽ ഇളവ് വാങ്ങാനായി ഈ ദമ്പതികൾ അവരെ കൊണ്ടാകുന്ന വിധം പരിശ്രമിക്കുകയും തങ്ങളുടെ മകനെ വെളിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം എതിർപ്പുകൾ വകവയ്ക്കാതെ ഈ മകൻ ഇപ്പോഴെങ്കിലും നന്നാകും എന്നുള്ള പ്രത്യാശയിൽ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചെങ്കിലും വീണ്ടും തെറ്റിൻ്റെ വഴിയെ സഞ്ചരിക്കുക മാത്രമായിരുന്നു ഈ പയ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. തീരാ ദുഃഖത്തിൽ ശാരീരികമായും മാനസികമായും പല അസുഖങ്ങൾക്കും അടിമകളായിത്തീർന്ന ഈ വൃദ്ധ ദമ്പതികൾക്ക് അല്പം പോലും ആശ്വാസം നൽകാൻ മെനക്കെട്ടില്ല എന്ന് മാത്രമല്ല, എങ്ങനെയെല്ലാം അവരെ വേദനിപ്പിക്കാമോ അതെല്ലാം ഈ മകൻ ചെയ്തുകൊണ്ടിരുന്നു. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ
ഏറെ സമ്പത്ത് കൈക്കലാക്കുകയും ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് വലിയ ഒരു ഭാഗം കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്യുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, 3 മാസങ്ങൾക്ക് മുമ്പ് ഈ വൃദ്ധ ദമ്പതികൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പറയുകയുണ്ടായി, 32 വയസ്സ് പ്രായമുള്ള മകൻ ഒരു കുത്തുകേസിൽപ്പെട്ട് 6 മാസങ്ങൾക്ക് മുമ്പ് മരണമടയുകയുണ്ടായി എന്ന്. ഏറെ വേദനയോടെ ഇത്രയേറെ വർഷം പ്രാർത്ഥിച്ചിട്ടും എല്ലാം ഈ മകൻ ശരിയായില്ലല്ലോ എന്ന വിഷമത്തോടെ സംസാരിച്ച ടീച്ചർ കൂട്ടിച്ചേർത്തു, മാഡം, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുണ്ടായത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഏകദേശം 6 മാസത്തോളം സ്കൂളിൽ നിന്ന് വിട്ട ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ ശാസിക്കുന്നതിൽ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനം അനുസരിച്ച് പോവുകയാണെങ്കിൽ അവരെ കർശനമായി ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന ഉപദേശം അപ്പാടെ സ്വീകരിച്ച് ആത്മീയമായിട്ടുള്ള ഒരു ലെവലിൽ പോകാൻ ശ്രമിക്കാതിരുന്ന 6 മാസം കൊണ്ടാണ് മകൻ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വഴുതിപ്പോയതെന്ന് സ്വയം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പലതും പറയുന്നുണ്ട്. ആത്മീയരായ നാം വചനം എന്താണ് പറയുന്നതെന്ന് വേണം ചിന്തിക്കാനും അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാനും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ കർത്താവിൽ നിന്ന് കുറച്ചെങ്കിലും അകന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം നാം നേരിടുന്നത് സർവശക്തൻ്റെ ഒരു ശാസനയായി നാം കണക്കിലെടുക്കണം. ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന ശാസന ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ വചനത്തിലേക്കും ദൈവിക കാര്യങ്ങളിലേക്കും തിരിഞ്ഞു വന്നാൽ നമ്മുടെ ആത്മാവും ശരീരവും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും നയിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ അടുത്തിടയിൽ വളരെ ഒരു ഉയർന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറോട് സംസാരിച്ചപ്പോൾ ചെറുപ്പക്കാരിയായ ടീച്ചർ പറയുകയാണ്, ഗവൺമെൻറ് കുറേ കർശനമായ നടപടികളും നിലപാടുകളും എല്ലാം എടുത്തിരിക്കുമ്പോൾ ടീച്ചർമാരായ നമ്മൾ കുട്ടികളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. ജോലി സമയത്തല്ലാതെ ഈ കുട്ടികളെ ഏത് സാഹചര്യത്തിൽ കണ്ടാലും അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമായി ഇന്നത്തെ കാലത്ത് കരുതുകയും ചെയ്യരുത്. കാരണം കുട്ടികളുടെ ഭാഗത്തേക്ക് നിയമങ്ങളെല്ലാം ഏറെ ചാഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ടീച്ചർമാരെല്ലാവരും അവരുടെ സൈഡ് സേഫാക്കാനുള്ള ശ്രമത്തിലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്ത് ശാസനകൾ കൊടുത്താലും എന്ത് കറക്ഷൻ കൊടുത്താലും അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും മാത്രമല്ല, അത് ടീച്ചർമാർക്ക് പ്രതികൂലമായി നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നതോടെ മാതാപിതാക്കളോടൊപ്പം ടീച്ചർമാരും മുതിർന്നവരും ആരും ഇന്ന് കുട്ടികളെ ശാസിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കുടുംബങ്ങളിലെങ്കിലും ആത്മീയമായി പ്രാർത്ഥനയും ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയും പാലിക്കുന്ന മാതാപിതാക്കൾ സർവശക്തൻ്റെ ശാസനകൾ അപ്പാടെ ശിരസാവഹിക്കുകയും കുട്ടികളെ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വചന ശുശ്രൂഷയായി ഇതിനെ കരുതാം. ആത്മീയമായി ചിന്തിക്കുമ്പോൾ വചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് ഒന്ന് കടന്നുപോയി നോക്കാം. സങ്കീർത്തനം 119 7-ാം വചനം ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ
ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. ദൈവം തരുന്ന ശാസനകൾ പോസിറ്റീവായിട്ട് എടുത്താൽ തീർച്ചയായും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന സാഹചര്യങ്ങളായി ഇവ മാറും എന്നതിൽ സംശയമില്ല. വീണ്ടും സങ്കീർത്തനം 119 തന്നെ 30-ാം വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അങ്ങയുടെ ശാസനകൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ട്. കർത്താവിൻ്റെ ശാസനകൾ കൺമുമ്പിൽ ഉണ്ടായിരിക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തി വിശ്വസ്തതയുടെ മാർഗം മാത്രമേ തിരഞ്ഞെടുക്കൂ. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 23-ാം വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കർത്താവ് ഓരോരുത്തരുടെയും കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവായതിനാൽ നമ്മുടെ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്ന വചനമാണ് നാം ഇപ്പോൾ കേട്ടത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയുമരുത്. ചിലപ്പോൾ ഒരു വചനമായിരിക്കാം, നമ്മളെക്കാളും പ്രായത്തിൽ എളിയ ഒരു വ്യക്തിയായിരിക്കാം, പ്രായത്തിൽ മുതിർന്ന ഒരു വ്യക്തിയായിരിക്കാം, നമ്മളൊട്ടും അറിയില്ലാത്ത ഒരാളായിരിക്കും നമ്മളോട് ഒരു കാര്യം ശാസനയായി പറയുന്നത്. ഞാൻ എപ്പോഴും അത് ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് ആ വ്യക്തിയുടെ അധരങ്ങളിലൂടെ എനിക്ക് കിട്ടിയ ശാസന എന്ന് മാത്രമേ കരുതാറുള്ളൂ. അതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ വിശ്വസ്തതയുടെ മാർഗത്തിലൂടെ കർത്താവ് നമ്മെ നയിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 23-ാം വചനം ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്, ശിക്ഷണത്തിൻ്റെ ശാസനകളാകട്ടെ ജീവൻ്റെ മാർഗവും. നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ശാസനങ്ങൾക്ക് എന്തുകൊണ്ടും ശ്രദ്ധ കൊടുക്കുന്നതാണ് നല്ലത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 17-ാം വചനം ഇങ്ങനെ പറയുന്നു: പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്, ശാസന നിരസിക്കുന്നവന് വഴി പിഴയ്ക്കുന്നു. മാതാപിതാക്കളിലൂടെ ആകട്ടെ, അധ്യാപകരിലൂടെ ആകട്ടെ, മുതിർന്നവരിലൂടെ ആകട്ടെ, സഭ അധികാരികളിലൂടെ ആകട്ടെ, ലഭിക്കുന്ന ശാസനകൾ ഉൾക്കൊള്ളുന്നവൻ ജീവൻ്റെ മാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 32-ാം വചനം ഇങ്ങനെ പറയുന്നു: പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു, ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു. അല്പമൊന്ന് എളിമപ്പെടാനും അശാസനത്തിനൊന്ന് കീഴ്പ്പെടാനും തുനിഞ്ഞാൽ തീർച്ചയായും വലിയ ഒരു സൗഭാഗ്യമാണ് കർത്താവിൽ നമ്മെ കാത്തിരിക്കുന്നതെന്ന് നമ്മുടെ മക്കളോടും ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ പറയാനും ആ കിട്ടുന്ന ശാസനങ്ങളെ ബഹുമാനത്തോടെ ദൈവ കരങ്ങളിൽ നിന്ന് എന്ന പോലെ സ്വീകരിക്കാനുമുള്ള മനസാക്ഷി നമ്മുടെ മുന്നോട്ടുള്ള കെട്ടുറപ്പുള്ള ജീവിതത്തിന്, ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതത്തിന് ഏറെ അത്യാവശ്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 14-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു, പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. മാതാപിതാക്കളോടോ അധ്യാപകരോടോ മുതിർന്നവരോടോ ഒരു തെറ്റ് ചെയ്താൽ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കർത്താവിന് മുമ്പിൽ കുറച്ച് സമയം ഇരുന്നാൽ തന്നെ കർത്താവിൻ്റെ ഒരു ശാസനയും നമുക്ക് കിട്ടും. മിക്കവാറും അതൊരു വചനത്തിലൂടെയാകും, ഇല്ലെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്നാകും. അത് സ്വീകരിക്കുന്നവൻ, അതനുസരിക്കുന്നവൻ തൻ്റെ ജീവനെ നിത്യജീവനിലേക്ക് കാത്തുവയ്ക്കുന്നു എന്നതാണ് സത്യം. സഭാപ്രസംഗന്റെ പുസ്തകം 7-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ഭോഷന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത്. പലപ്പോഴും കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ന്യായീകരിച്ച് ഏറെ കാര്യങ്ങൾ നിരത്തുന്ന വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നതിന് ശേഷം പലപ്പോഴും പറയാനിടയായിട്ടുണ്ട്, തൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന തെറ്റുകളുണ്ട്, ഇതെല്ലാം കറക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ചിലർ അത് ഉൾക്കൊള്ളാറുണ്ട്,
ചിലർ അത് നിരസിക്കാറുമുണ്ട്. തെറ്റുകൾ ആരായാലും ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കണം. വചനത്തിന് മുമ്പിൽ കുറേ അധികം സമയം ഇരിക്കണം. വചനം ഒരു കണ്ണാടിയാക്കി ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് തിരുത്തേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തിയാൽ സമാധാനത്തിലും സന്തോഷത്തിലും കർത്താവിൻ്റെ വഴിയെ നമുക്ക് ബാക്കി ജീവിതം ജീവിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 6 തിരുവചനം. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്, കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. ഒരു പെൺകുട്ടിയുമായി ഈയിടെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, അപ്പനും അമ്മയും വളരെ ശക്തമായി ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. പല സമയത്തും എന്നോട് പിണങ്ങിയിരിക്കുകയും എന്നെ ഫോണിൽ വിളിക്കുകയും ഒക്കെ ചെയ്യാതെയും ഇരിക്കുന്നുണ്ട്. തീർച്ചയായും പെൺകുട്ടി പോകുന്ന വഴി തെറ്റ്, നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനവും തെറ്റ് എന്നതിലാണ് മാതാപിതാക്കൾ അങ്ങനെ പറയുന്നത്. മക്കളെ നേടാനായി ഒരിക്കലും തെറ്റ് ചെയ്യുന്ന കുട്ടികളെ ശാസിക്കാതിരിക്കരുത് എന്നാണ് വചനത്തിലൂടെ എല്ലാം നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19 അധ്യായം 25 തിരുവചനം ഇങ്ങനെ പറയുന്നു, പരിഹാസകൻ പ്രഹരം ഏൽക്കുന്നത് കണ്ട് അല്പബുദ്ധികൾ വിവേകം പഠിക്കും. ബുദ്ധിയുള്ളവൻ ശാസനം കൊണ്ട് തന്നെ വിജ്ഞാനം നേടും. നമ്മുടെ ചുറ്റിനും എത്രയോ ഉദാഹരണങ്ങളാണ്. ശാസനവും ശിക്ഷണവും എല്ലാം തട്ടിക്കളഞ്ഞ് സ്വയം മുന്നോട്ട് പോയി കുടുക്കിലും അപകടങ്ങളിലും എല്ലാം പെടുന്നവർ. ഇത് കാണുമ്പോഴെങ്കിലും മറ്റുള്ളവർ ജ്ഞാനിയാണെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും എന്നതിൽ സംശയമില്ല. എൻ്റെ അടുക്കൽ സംസാരിക്കുന്ന പല മാതാപിതാക്കൾക്കും മക്കളെ ഭയമാണ്. എങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്ക് മാത്രം മക്കളെ ഭയമായി തീർന്നത്? വചനമനുസരിക്കണം. വചന അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന വീട്ടിൽ അമ്മയും അപ്പനും എടുക്കേണ്ട റോള് വളരെ ചെറിയ റോൾ മാത്രമേ ഉള്ളൂ. ബാക്കി പ്രാർത്ഥനകളിലൂടെയും വചനത്തിലൂടെയും വേണ്ട ഗൈഡൻസ് അവർക്ക് കിട്ടിയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 15 അധ്യായം 12 വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു, പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുകയില്ല, അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല. കുട്ടികളും മുതിർന്നവരും എല്ലാം തങ്ങളുടെ വഴി വിട്ട് നേർവഴിയിലേക്ക് വരാൻ സന്നദ്ധരല്ലാതായിട്ടിരുന്നാൽ ഒരിക്കലും അവർ ജ്ഞാനികളെ സമീപിക്കുകയോ ഒരു ഉപദേശത്തിന് കാതോർക്കുകയോ ചെയ്യാറില്ല. കാരണം അവർക്കറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്നും എവിടെ ഉപദേശത്തിന് പോയാലും അവരുടെ വഴി മാറ്റണമെന്നും മാത്രമേ അവർക്കൊരു നിർദ്ദേശം ലഭിക്കുകയുള്ളെന്നും കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ ഒരു വഴിയിലേക്ക് തിരികെ ചെയ്യാത്തത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15 അധ്യായം 10 വചനം ഇങ്ങനെ പറയുന്നു, നേർവഴി വിട്ടു നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയന്മാകും, ശാസനം വെറുക്കുന്നവൻ മരിക്കും. ആത്മീയമായ മരണവും ശാരീരികമായ തകർച്ചയും എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ എല്ലാം സംക്ഷിപ്തമായി നാം ചിന്തിച്ചാൽ 2 വചനങ്ങളിൽ ഇത് അടങ്ങിയിരിക്കുന്നു. ശാസനം ആവശ്യമുള്ളപ്പോൾ കൃത്യമായ ശാസനം കൊടുക്കണം. അതും ആലോചന ചോദിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ ശാസനം കൊടുക്കാവൂ. കാരണം മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം, മറിച്ച് തെറ്റായ വഴിയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. വചനം ഇങ്ങനെ പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 20 അധ്യായം 29 വചനം, സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ വരെ അന്ധരാക്കുന്നു, വായിൽ തിരുകിയ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. ദൈവത്തോട് ചോദിച്ചിട്ട് ശാസന ആവശ്യമുണ്ടെങ്കിൽ കർക്കശമായ ശാസന കൊടുക്കാൻ ജ്ഞാനികളും മുതിർന്നവരും തയ്യാറാകണം. കാരണം കർത്താവ് ആവശ്യപ്പെടുന്ന ശാസനകൾ തക്ക സമയത്ത് മറ്റുള്ളവർക്ക് ലഭിക്കുക തന്നെ വേണം.
അവർ നശിച്ചു പോകാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. സമ്മാനങ്ങൾ, ദാനങ്ങൾ, വേണ്ടാത്ത ചിന്തകൾ, റെക്കമെൻഡേഷൻസ് ഇതെല്ലാം സ്വീകരിച്ച് ശാസന കൊടുക്കാതിരുന്നാൽ അടുത്ത തലമുറ തകർക്കപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല എന്ന് വചനം അനുശാസിക്കുന്നു. അതിനാൽ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. നമ്മൾ കേട്ട വചനങ്ങളെല്ലാം 2 തിമോത്തി 3:16 നമുക്ക് ചുരുക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാം. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. നമുക്ക് വചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് വേരൂന്നാനുള്ള കൃപയ്ക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനെ കുറിച്ച് ഓർത്ത് കർത്താവെ സ്തുതിക്കുന്ന ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പല അവസരങ്ങളിലും പല അനുഭവങ്ങളും ശാസനകളിലൂടെ അങ്ങ് ഞങ്ങളെ സമീപിക്കുകയായിരുന്നല്ലോ. കർത്താവെ, അവയെല്ലാം ശരിക്കും മനസ്സിലാക്കാനും അങ്ങ് ശാസിക്കുമ്പോൾ അതിൽ മടുപ്പ് തോന്നാതെ ജീവന്റെ വഴിയെ നടക്കാനും വേണ്ട അനുഗ്രഹം ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ മേൽ അങ്ങ് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വഴിവിട്ടുള്ള പോക്കുമൂലം വിഷമിക്കുന്നവര് കർത്താവെ, അവരുടെ ദുഃഖവും ഭാരവും ഉത്കണ്ഠയും എല്ലാം ഈശോയെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളും വലിയ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അധ്യാപകരെ സമർപ്പിക്കുന്നു. അങ്ങ് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അങ്ങേക്ക് വേണ്ടി അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ധൈര്യത്തോടെ നിർവഹിക്കാൻ വേണ്ട പരിശുദ്ധാത്മ നിറവ് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും മുതിർന്നവർക്കും അങ്ങ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളോട് ആജ്ഞാപിക്കുമ്പോൾ അതനുസരിച്ച് ധൈര്യത്തോടെ ശാസിക്കാനും, കർത്താവെ, ഓരോ അനുഭവങ്ങളും അങ്ങയുടെ ശാസനകളാകുമ്പോൾ അവയെ ശിരസ വഹിക്കാനുമുള്ള കൃപയാൽ നിങ്ങളേവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ, കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെയൊക്കെ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനം തെറ്റുതിരുത്തലിനും ശാസനയ്ക്കും കർത്താവെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ദാനവും അനുഗ്രഹവും മാതാപിതാക്കളിലേക്കും അധികാരികളിലേക്കും അധ്യാപകരിലേക്കും അങ്ങ് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കുടുംബങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ